യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോരാ ഭയങ്കര കാറ്റും മഴയും കൊടിയതായി വരും നേരത്തിൽ, ഘോരാ ഭയങ്കര കാറ്റും മഴയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങള ചേർത്തും അവിടുത്ത സ്നേഹം നിത്യം പാടുക. കാക്കും കരങ്ങള ചേർത്തും അവിടുത്ത സ്നേഹം നിത്യം പാടുക. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. കള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. കള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്റെ കരത്തിൽ വെച്ചു താഴ്ത്തി എന്റെ കരത്തിൽ വെച്ചു യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യോർദാൻ സമமான ശോധനയിലും താണുവീണു പോകാതെ, യോർദാൻ സമமான ശോധനയിലും താണുവീണു പോകാതെ, ആക്കും ജയതൊഴിയോട് കാത്തുവാഴ്ത്തുന്ന സ്നേഹമാശ്ചര്യം. ആക്കും ജയതൊഴിയോട് കാത്തുവാഴ്ത്തുന്ന സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ദേവൻ ദേവിയെല്ലാം ഒന്ന് ചേർന്ന് ചെയ്യണം. ദേവൻ ദേവിയെല്ലാം ഒന്ന് ചേർന്ന് ചെയ്യണം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. സ്നേഹപ്രയത്നങ്ങൾ കാണുന്ന ദൈവം എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക്
നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ, സ്നേഹവാനായ ദൈവത്തിൻ്റെ അതിപ്രധാനമായ ഒരു സ്വഭാവ വിശേഷതയാണ് പ്രതിഫലം കൊടുക്കുക എന്നുള്ളത്. പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. എല്ലാ മനുഷ്യരും തങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യൻ ചെയ്യുന്ന എന്തിനും അവൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. ദൈവമോ തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമക്കൾ ചെയ്യുന്ന സ്നേഹപ്രയത്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ഓരോരുത്തർക്കും ദൈവം പ്രതിഫലം നൽകുന്നുമുണ്ട്. തന്നെ സേവിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നത് ദൈവത്തിന് ഏറെ സന്തോഷം നൽകുന്നതായ കാര്യമാണ്. നാം അത് വിശ്വസിക്കുന്നവരാകണം എന്നതാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. നാം സത്യമായി പിതാവാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലം നൽകുവാൻ പോകുന്നു എന്ന് നാം വിശ്വസിക്കണം. മിക്കപ്പോഴും നാം നേരിടേണ്ട വിവിധ നിലയിലുള്ള പരിശോധനകളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ശക്തമായി ആഗ്രഹിച്ച ഒരു കാര്യം, സഭ അന്ന് മാത്രമല്ല എക്കാലത്തെയും സഭ ഈ സത്യം മനസ്സിലാക്കിയിരിക്കണം എന്നതാണ് എന്ന് ഈ ലേഖനത്തിൽ കൂടി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അതിന് താൻ ഉദാഹരണമായി കാണിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതമാണ്. ദൈവത്തെ സത്യമായി അന്വേഷിച്ച അബ്രഹാമിന് ദൈവം പ്രതിഫലങ്ങൾ നൽകി ആദരിച്ചു. തന്നെയുമല്ല, താൻ ദീർഘക്ഷമയോടെ ഇരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു എന്ന എബ്രായ ലേഖനത്തിൽ ഇതിന് മാതൃകയായി എഴുതിയിരിക്കുകയും ചെയ്യും. ഭക്തരുടെ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളും ശുശ്രൂഷയും ദൈവം മാനിക്കുന്നവനാണ് എന്നും ദൈവജനം അറിയേണ്ടതിന് ഇപ്രകാരം ഓർമ്മിപ്പിച്ചുണർത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പ്രിയരെ, ദൈവവചനപ്രകാരം നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം ദൈവം ഓർത്തു വയ്ക്കുന്നവനാണ്. പലപ്പോഴും ഇവിടെ ദൈവിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിരാശരാകാറുണ്ട്. പലരും പിന്തിരിയാറുമുണ്ട്. ചിലർ മന്ദഗതിയിൽ ഉപേക്ഷിക്കാനാകാത്തത് കൊണ്ട് ഉത്സാഹക്കുറവ് കാട്ടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പും പ്രബോധനവുമാണ് ദൈവാത്മാവ് ഇവിടെ ഈ വാക്യത്തിൽ കൂടെ, ഈ ചിന്തയിൽ കൂടെ കൈമാറുന്നത്. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക, നിങ്ങളെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ ലക്ഷ്യമാണ് എന്ന് തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ മുന്നേറണമെന്നും നിങ്ങളുടെ പ്രവൃത്തികൾ തുടരണമെന്നും അപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ പ്രതിഫലത്തിന് അർഹമാകയാൽ നാം ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും പ്രതിഫലത്തിന് അർഹരാകണമെന്നതുമാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. നിങ്ങളുടെ ഹൃദയം മടുത്തു പോകരുത്, നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കരുത്. ഈ വിഷയങ്ങളൊക്കെ എബ്രായ ലേഖനത്തിൽ കൂടി ശക്തമായി ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചുണർത്തുന്ന പ്രബോധനങ്ങളാണ്. നിങ്ങളുടെ സ്നേഹപ്രയത്നങ്ങളിൽ, നിങ്ങളുടെ സൽപ്രവൃത്തികളിൽ നിങ്ങൾ ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും തുടരണം. ക്ഷമയോടെയും പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും അന്ത്യം വരെ മുന്നേറണമെന്നും പ്രതിഫലം അതിനൊക്കെ ഉണ്ട് എന്നും വിശ്വസിക്കുന്നവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കണം. നിങ്ങളുടെ പ്രവൃത്തിയുടെ നല്ല ഫലത്തെ അപഹരിക്കുകയും തളർച്ചയിലേക്ക് നിങ്ങളെ തള്ളിയിറക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ വിവിധ നിലയിലുള്ള തന്ത്രങ്ങളിൽ കുടുങ്ങരുത്. ദീർഘക്ഷമയോടെ വാഗ്ദത്ത നിവൃത്തി നേടിയെടുത്ത അബ്രഹാമിനെ പോലെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്ത പ്രാപ്തിയും പ്രതിഫലവും നേടുവാൻ ആഗ്രഹിക്കുക. നാം അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ അനുകാരികളായി തീരണം എന്ന ഒരു മുന്നറിയിപ്പ് നമുക്ക് ദൈവാത്മാവിതിൽ കൂടി നൽകുകയാണ്. ദൈവം അനീതിയില്ലാത്തവനായതുകൊണ്ട് എല്ലാ സൽപ്രവൃത്തികൾക്കും ഏതുവിധ സ്നേഹപ്രയത്നങ്ങൾക്കും
ഉചിതമായ പ്രതിഫലങ്ങൾ ദൈവത്തിൻ്റെതായ സമയത്ത് നൽകിത്തരുന്നവനാണ്. അത് ദൈവം ഇന്നും ചെയ്യുന്നു. ആകയാൽ കൂടപ്പുറപ്പുകളെ, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നതിൽ വിശ്വസ്തനാണ് എന്ന് തിരിച്ചറിയുക. തൻ്റെ നീതിക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നവനുമാണ്. ദൈവത്തിൻ്റെ പക്കൽ അനീതിയില്ല. നാം ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. നിങ്ങൾ ചെയ്യുന്നതൊന്നും ദൈവം ഒരിക്കലും മറക്കുകയില്ല, മറന്നിട്ടുമില്ല. സകലതും അവൻ്റെ മുൻപിലുണ്ട്. നിങ്ങൾ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയാണോ എന്ന് ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്തയിൽ കൂടെ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഇനിയും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുവാനുണ്ട്, എന്ത് നിങ്ങൾക്ക് ചെയ്യുവാനാകും എന്ന് ചിന്തിച്ചു നോക്കുക. അതിനൊത്തവണ്ണം പ്രവർത്തിച്ചു തുടങ്ങുക. അതിനൊത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ അത് ഉത്സാഹത്തോടെ ചെയ്യുക. മടുത്തു പോകരുത്, നിർത്തിക്കളയരുത്, ഉത്സാഹക്കുറവ് കാട്ടരുത്. പ്രതിഫലം പ്രാപിക്കുവാൻ താല്പര്യപ്പെടുക, ആഗ്രഹിക്കുക. പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നവൻ ആ പ്രതിഫലം നിങ്ങളുടെ മേൽ കൈമാറുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കളെ അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നതിന് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഏതുവിധ സ്നേഹപ്രയത്നങ്ങളും കാണുന്ന ഒരു കർത്താവ്, അറിയുന്ന ഒരു കർത്താവ്, അതിനൊക്കെ പ്രതിഫലം നൽകിക്കൊടുക്കുവാൻ താല്പര്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ മടുത്തു പോകാതെ, തളർന്നു പോകാതെ, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കും. അങ്ങയുടെ മക്കളെ ആവിധ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയവചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ആടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയത കൃപകളോടെ. ഇന്നലെയും ഇന്നും മാറായേശുവേ പാടിപ്പുകഴ്ത്താം. ഇന്നലെയും ഇന്നും മാറായേശുവേ പാടിപ്പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഘോരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, ഘോരാ ഭയങ്കര കാറ്റും മലയും കൊടിയതായി വരും നേരത്തിൽ, കരങ്ങള ചേർത്തുമാവണക്ക സ്നേഹം പാടുക. കരങ്ങള ചേർത്തുമാവണക്ക സ്നേഹം നിത്യം പാടുക. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും
ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു താഴ്ത്തി എന്നെ കരത്തിൽ വെച്ചു യേശുനാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിയിടുന്നു